കണ്ടിട്ട് നമ്മൾ പണ്ടേ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായ ആൾക്കാർ ഇവിടെ ഇപ്പം കാണുന്നതിനാണ് നമുക്ക് പരിചയമുള്ളത്. അങ്ങനത്തെ ആൾക്കാരെല്ലാം കണ്ടിട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് നേരം പിരിവിനെന്തല്ല. ഇപ്പം ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ പിരിവിന് വേണ്ടിയിട്ട് വന്നതല്ല, ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങളോട് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ സഹാബത്തിന്റെ ഭാഗത്തിലേക്ക് മുഖം വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ചോദിക്കും എന്തെങ്കിലും ആവശ്യം. നിങ്ങൾ എന്നിട്ട് ആരെങ്കിലും സ്വപ്നം കണ്ട ആളുണ്ടായി കഴിഞ്ഞ രാത്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്വപ്നത്തിന് വ്യാഖ്യാനിച്ച് കൊടുക്കും. ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അതിന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു ആദത്തായിരുന്നു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറയുന്ന ഒരു സഹാബിനെ റസൂൽ വിളിച്ചു കൊണ്ടുപോവാ. നീ നല്ലോണം ഖുർആൻ പഠിച്ചിട്ടുണ്ടല്ലേ, നിനക്ക് നല്ലോണം ഖുർആൻ ഓതാനും അതിൻ്റെ എല്ലാ ജുസുകളും നിനക്ക് അറിയുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ഖുർആനിൽ വെച്ച് ഏറ്റവും മഹത്തായ അങ്ങനെയുള്ള ഒരു ആയത്തിന് അതിനുണ്ടാവാൻ പാടില്ല, അങ്ങനത്തെ ഒരു ആയത്തിനെ ഓതുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞ് അല്ലാഹു റസൂലുഹു അല്ലാഹു റസൂലിനെ അറിയട്ടെ. പിന്നെ പറഞ്ഞ് ഓതുന്നു. അപ്പോൾ ഇയാൾ ആലോചിച്ച് വലിയ സൂറത്ത് ഓതെങ്കിൽ അൽ ബഖറ സൂറത്ത് ഓതും, അത് ഏറ്റവും വലിയതല്ല, അതിപ്പോൾ ഓതാൻ കഴിയില്ല. ഇനി ആദ്യം ഇറങ്ങിയ സൂറത്ത് ഓതാന്ന് പറഞ്ഞത് ഇത്ര വിസ്മയാണ്, അതുമായിട്ടുണ്ടാവില്ല. അവസാനത്തെ സൂറത്ത് ആയത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയാൾ പറഞ്ഞ് അത് ഇന്ന് ഖതീബ് സലാം പറഞ്ഞിട്ട് ഇരുന്നിട്ട് എണീക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആയത്തോണ്ട് ഓർമ്മ, ആ ആയത്ത് നമുക്ക് ഓർമ്മയില്ല. ഞാൻ ആ കാര്യം പറയാൻ ഉദ്ദേശിച്ചതല്ല, ആ ആയത്താണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരത്തിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കൈവച്ച്, റസൂലുള്ളാഹിന്റെ കൈ നെഞ്ചിൽ വെച്ച് നന്നായി പോകും, അങ്ങനെ കൈവച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ എന്ന് പറയുന്ന ആ സഹാബിനെ റസൂൽ വിളിച്ചു പറഞ്ഞ് അവിടെ കുറെ ഈത്തപ്പഴത്തിന് സക്കാത്തില് ഫിത്ർ സക്കാത്തില് റമദാന്റെ തുടക്കത്തിൽ ഫിത്ർ സക്കാത്തിൽ വന്ന മാസം കണ്ടാല് കൊടുക്കാം. സമയത്ത് നിന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമല്ലോ എനിക്ക് മുമ്പാണ് ആ ഫിത്ർ സക്കാത്തെല്ലാം റസൂലുള്ളാഹിന്റെ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ള അബൂ ഹുറൈറ എന്നൊരു സഹാബിനെ വിളിച്ചിട്ട് വാ, നീ ആ ഈത്തപ്പഴത്തിന് കാത്തോളാം. കുറേ രാത്രി ആവുമ്പോൾ ഒരാൾ നല്ല സഞ്ചി പൊടിച്ചുകൊണ്ട് വന്നിട്ട് ഈ കുറച്ച് ഈത്തപ്പഴ അപ്പൊ ഇയാൾ കുടിക്കുമ്പോൾ പറഞ്ഞ് ഞാൻ പാവപ്പെട്ട ആളാണ്, ഒരു സാധനം തിന്നാനില്ല, മക്കളും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളല്ലേ. ഇയാൾക്ക് മനസ്സിന് ബേജാറായി വിട്ടു. രാവിലെ റസൂലുള്ളാഹിന്റെ അടുക്കൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ റസൂലുള്ളാഹിക്ക് മുഅ്ജിസാത്ത് കൊണ്ട് പല സാധനം പല അവസരത്തിനും അറിയിക്കും, എപ്പോഴും അറിയിക്കുന്നല്ല, പല അവസരങ്ങളിൽ അല്ലെ. ആയിഷാ ബീവിന്റെ ഒരു മാല കാണുന്നില്ല, ആ മാല ഇയാൾ തടി കാണുന്നില്ല, അതുണ്ടായില്ല ഒട്ടകത്തിന്റെ അടിയിൽ. ഒട്ടകം എണിക്കുമ്പോ കണ്ട്, അപ്പൊ ആ സമയത്ത് റസൂലുള്ളാഹിക്ക് അറിയിച്ചു കൊടുക്കേണ്ട ചില അവസരങ്ങൾ അല്ലാതെ റസൂൽ അറിയിച്ചു കൊടുക്കും. ഈ അബൂ ഹുറൈറ വരുമ്പോ തന്നെ റസൂൽ ചോദിച്ചു, നിന്റെ രാത്രിയത്തെ ആ ഒരു കള്ളനെ കുറിച്ചില്ലേ മോയെന്ത് ചെയ്തത് ചോദിച്ചു. അത് പറഞ്ഞിട്ടല്ല, അത് റസൂൽ പറഞ്ഞു പഠിച്ചതാണ്. അവനെ ഞാൻ വിട്ട് കുറേ ബേജാറ് പറയും. അതെയാ ഓ നാളെ പോയി. പിറ്റേ ദിവസം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കരിച്ച ഇയാൾ അബൂ ഹുറൈറ പോയിട്ട് ഇയാൾ രണ്ടാമത് വന്നു.
അയാളെ പിടിച്ച് എന്നെ വിടയില്ല എന്ന് പറഞ്ഞു. ഇന്ന് എന്തെല്ലാം കരഞ്ഞിട്ട് അന്നും പോയി. മടങ്ങി വരുമ്പോ റസൂലുള്ള ചോദിക്കുന്നത്, എന്താക്കി രാത്രി വിളിച്ചാണ് രാത്രി വിഷമം പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ദിവസം രാത്രി പോയിട്ട് താമസിക്കുമ്പോൾ വന്നിട്ട് അവനെ വിളിച്ചു. എന്ത് പറഞ്ഞാലും വിട്ടേ. ആ വിടാണ്ടാകുമ്പോ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആനെ നിങ്ങൾ ഓതണം. ഓതിയാൽ ശൈത്താന് ഇബ്ലീസ് ഒന്നും നിങ്ങൾ അടുക്കലേക്ക് വരെയില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടാകുമ്പോ ഒരു ഇൽമു കിട്ടുന്നല്ലേ. ഇപ്പൊ കുറെ ആൾക്ക് ഇങ്ങനെ പോയി എന്ത് നമുക്ക് അറിയില്ല, ഇരുന്നിനെയും മനസ്സിലാവട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ ഇയാളെ പറഞ്ഞു, അത് നീ രാത്രി കിടക്കാൻ പോകുന്ന അവസരത്തിൽ ഒരു സൂറത്തിനെ ഓതുമോ? സൂറത്തിൽ ആയത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. ഈ ആയത്തിനെ ഓതാൻ വേണ്ടി പറഞ്ഞത് അമ്പക്കള സുഹൃത്തിനോട്. അപ്പോഴ് വന്നിട്ടാകുമ്പോ റസൂൽ ഇങ്ങനെ ചിരിച്ചു പറയാം, എന്തായി രാത്രിയോ വന്നിട്ട്, പക്ഷെ എനിക്ക് ഒരു ആയത്ത് പഠിപ്പിച്ചു. ആ ആയത്തിനെ കിട്ടിയിട്ടാകുമ്പോ ഞാൻ അവന് കിട്ടി. അപ്പൊ റസൂൽ പറഞ്ഞത്, ഈ ആയത്തിന് ഒരാള് ഒരു പൊരണ്ടകത്ത് ഒരു ദിവസം ഇഖ്ലാസോടുകൂടെ ഒരു പ്രാവശ്യം പറഞ്ഞാലും കൂടി അവന്റെ കൊലക്ക് ശൈത്താനിയത്ത് വരൂല. ഇത് ശൈത്താനെ പഠിപ്പിച്ചു. അവൻ ആളറിഞ്ഞ ഇബ്ലീസാണ്. നിങ്ങളെ ഈമാനെ കക്കാൻ വേണ്ടി വന്നത് കാരയ്ക്ക് കക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളെ ഈമാനെ കക്കാൻ വേണ്ടി വന്നപ്പോ നിങ്ങൾ അത് വിട്ടില്ല. അതുകൊണ്ട് അവൻ നിങ്ങൾ സലാമത്തായിട്ട് വന്ന് അതുകൊണ്ട് ഈ ആയത്തുൽ കുർസിയെ ഓതണം എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാത്തു ആമികൾ വായിച്ചപ്പോൾ രാത്രി രാവിലെ നാസ്താക്കാത്ത സലാത്ത് വളരെ വലിയ സലാത്ത് ചിന്താബാധ വിളിക്കാൻ വന്ന് നല്ല പോയിട്ടുണ്ടാകും. ടച്ചില്ലാന്ന് ഉറപ്പുണ്ട് വയസ്സായതുകൊണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആയത്തുൽ കുർസിനെ ഓതും. നമ്മൾക്കുള്ള എല്ലാ നിസ്കാരത്തിന് ശേഷവും ഓതുന്നുണ്ട് ഇല്ലേ? എല്ലാ അതിനുള്ള ഓരോരോ ഹർഫിനിക്ക് 10 പ്രയോജനമുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവന്റെ പുരക്ക് തീ കൊണ്ടുണ്ടായ ആഫത്ത് ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പുരക്ക് തീ കുടിച്ചിട്ടുണ്ട്. പുരക്ക് തീ കുടിച്ചെന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞ് കുടിക്കൂല. എന്റെ പേർക്ക് തീ കുടിക്കൂല. അത് ഇയാൾക്ക് ഉറപ്പുണ്ട്. ആര് പറഞ്ഞത്? റസൂലല്ല പറഞ്ഞത്. പിന്നെ പേടിക്കുന്നത് എന്റെ പേർക്കൊന്നും ആവില്ല. അങ്ങനെ ഇയാൾ അനുസരിച്ച് പുറത്തേക്ക് ചെയ്യുമ്പോൾ പിന്നെ ഒരാൾ വന്നു ഞങ്ങളെ എല്ലാവരും കത്തിക്കും. അത് അയാളെ പിന്നെ പരമായിട്ട് സ്വന്തം അഭിപ്രായത്തിന് റസൂൽ ഒന്നും പറയില്ല. എല്ലാം എന്തുകൊണ്ടിട്ടാണ് മഅ്ജിസാത്ത് കൊണ്ട് അല്ലാഹുവിന്റെ വഹീ വഹീ കൊണ്ടിട്ടല്ലാണ്ട് തങ്ങൾ കൂടെ നാവ് അനങ്ങുന്നില്ല. ഓരോരോ ആയത്ത് റസൂലുള്ളാഹിക്ക് ഇറങ്ങുന്ന അവസരത്തിൽ ഈ ചിറികളെങ്ങനെ നാവും ചെറിയ മോദിക്ക് പഠിക്കാൻ വേണ്ടി അതിനു മുന്നേ ഒന്ന് നോക്കുന്നു റസൂലുള്ളാഹിയുടെ സ്നേഹം. ഇങ്ങനെ നാവും ചെറിയൊന്ന് ബന്ധിച്ച് ചെറുതാക്കണ്ട. നമ്മൾ നിങ്ങളുടെ കൽബിന്റെ ഉള്ളിലേക്ക് ആ ഖുർആനെ ഇട്ടിട്ട് മരിക്കോളം മറക്കാത്ത പോലെയാക്കി നമ്മൾ തരാ എന്ന് അല്ലാഹു വഅദ ചെയ്യുന്നു. അങ്ങനത്തെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുൽ കുർസിയെ ഓതിയാൽ ഈ പ്രതിഫലം കിട്ടും.
ഈ ആയത്തിനെ മഹാത്മാക്കളായിരിക്കുന്ന സഹാബത്ത് അവർക്കുള്ള മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു. മക്കൾക്ക് ഈ ഇരിക്കുന്ന മക്കളും രാത്രി കിടക്കുന്ന അവസരത്തിൽ മറക്കാതെ കണ്ടിട്ട് ഈ ആയത്തിന് അപ്പൊ രണ്ടാമത് ഞാൻ ഉദ്ദേശിച്ചു വന്ന വിഷയം ഇത് ആയത്തിനെ കുറിച്ച് കേട്ടതുകൊണ്ട് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ച വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്ത നിഅമത്തുകൾ എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്ത് തങ്ങള് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും മക്കളെ തർബീയത്താക്കാൻ വേണ്ടിയിട്ടും ആഗ്രഹപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പിച്ചിട്ടുണ്ട്. ആ മക്കളെ തർബീയത്താക്കുന്ന ഒരു ചെറിയ ഒരു സ്റ്റോറി പറഞ്ഞ് ഞാൻ കൊടുക്കാം. കൂടുതൽ പറയാൻ ഞാൻ നിർത്തുന്നു. പിന്നെ ഇവിടെ ഒരു മുക്കാലിന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടോ? ഞാൻ വന്നിട്ടില്ല. ശ്രീനാരായണ ആൾക്കാർ കൊടുക്കും. അതെല്ലാം നമ്മൾക്കൂടെ ഹക്കിൽ പെട്ടതാണ്. കൊടുത്തു വന്നു അത് അള്ളാഹുത്താനായിരിക്കും ദുനിയാവിലും ആഖിറത്തിലും തരുന്നു. അള്ളാഹുവിനെ നമുക്ക് ചെയ്തു തരട്ടെ. നമ്മൾക്കുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമായിരിക്കണം. ഹറാമായ ഭക്ഷണം തിന്നിക്കാൻ പാടില്ല. അത് ഒരു ചെറിയ ഒരു കഷ്ണം തിന്നാലോ അത് മുസീബത്തായിട്ട് മാറും. അതിലേക്ക് ഒരു ചെറിയ ഒരു ചരിത്രം ഞാൻ പറഞ്ഞിട്ട് ഇമാമുൽ ഹറമൈനി എന്ന് പറഞ്ഞിട്ട് ഒരു ഇമാം ഉണ്ടായി. ആ ഹറമൈനി ഇമാമിന്റെ ശിഷ്യന്മാർ വേറെ ശിഷ്യന്മാരുണ്ട്. ഇവരെല്ലാം ഒരു മുനാദറയ്ക്ക് വേണ്ടി പോയി. ഇപ്പോഴുണ്ട് വാദപ്പെടുന്ന കേരളത്തിൽ നിന്നായോണ്ട് മുക്തകളെയും മുസ്ലിമിന്റെ ഇടയിൽ നിന്ന് നടന്നുകൊണ്ട് അതിപ്പന്നെ പണ്ടേ ഉണ്ടായി. ആ മുനാദറയ്ക്ക് ചെറിയ ശ്രദ്ധ അല്ലുണ്ട്. ആ ശ്രദ്ധ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ആ മുനാദറ ശരിയാവില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന മുനാദറ അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ജവാബ് പറഞ്ഞാലും നീ ജവാബ് തന്നിട്ടില്ല. ഇവനോടും പറയുന്ന നീ തന്നിട്ടില്ല, നീ ജവാബ് പറഞ്ഞില്ല, ആർക്കും മതിയാക്കുമോ? അതല്ല, അതാണ് എന്റെ മര്യാദ വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് പോവാൻ കളിക്കാൻ പാടില്ല. ഇമാമുൽ ഹറമൈനി ഈ മുനാദറയ്ക്ക് പോയ അവസരത്തിൽ മുനാദറ ഇയാൾക്ക് വാദിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അവരോട് ഇയാളെ എതിർവാക്കം എന്ത് പറയുമ്പോൾ തോറ്റു കൊടുക്കണം. ശിഷ്യന്മാരെല്ലാം ബേജാറായി. ഈ നമ്മുടെ ഇമാമുൽ ഹറമൈനിക്ക് ഇങ്ങനെ തെറ്റുന്നുണ്ട്. എല്ലാം ബേജാറായി. പ്രസംഗം കഴിഞ്ഞ അയാൾ അടുത്തേക്ക് പോയി ചോദിച്ചു, ഇങ്ങനെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതെന്ന് നമ്മൾ ചെല്ലിനല്ല പറഞ്ഞു. പിന്നെന്താ നിങ്ങൾ അടകത്ത് മണിക്ക് പോവാൻ സാധിക്കാത്തത് ചോദിച്ചു. ഇമാമുൽ ഹറമൈന്റെ ഉസ്താദിനോട് ചോദിച്ചോണ്ട് ആരും ഞങ്ങൾക്കിപ്പോ പറയാൻ കഴിയാത്ത വിഷയമുണ്ടാണ്. അപ്പൊ ഈ ഉസ്താദ് പറയുന്ന മോനെ മക്കളെ, എന്റെ ഉമ്മ എന്നോട് ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. എന്തത്? ഞാൻ ഒരു മാസത്തിന്റെ കുട്ടിയായ അവസരത്തിൽ അത് എന്റെ വാപ്പയുടെയോ അതിന് വേണ്ടി പോകുന്നുണ്ട്, നീന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പൊ ആ വാപ്പാന്റെ ഡ്രസ്സെല്ലാം ഞാൻ ശരിയാക്കി ഉണ്ടായി. ശരിയാക്കി ബന്ധുമക്കളുള്ളത് ഭയങ്കര കരച്ചിറക്കി കുഞ്ഞി. ഞാൻ ആ ഒരു മാസം കുഞ്ഞി. അപ്പൊ ഇയാൾ തന്നെ എണീച്ചിട്ട് പോയി നോക്കാൻ. അല്ല, സാധനം കെട്ടുന്നതിന്റെ ഇടയിൽ ഈ കുട്ടിക്കുള്ള കരച്ചിലിൽ നിന്ന് എന്റെ കരച്ചിൽ ഞങ്ങൾ എണീച്ചിട്ട് നോക്കുമ്പോ അപ്പുറത്തെ വരക്കാരത്തി ഈ കുട്ടിക്ക് മലപ്പാൽ കൊടുക്കുന്നു. അപ്പൊ ഉടനെ ഭാര്യ വന്നിട്ട് പറഞ്ഞു ഭർത്താവോട്, അത് അപ്പുറത്തെ വരക്കാരത്തി അവൾ പാല് കൊടുത്തോണ്ട് അവൾ കുട്ടി കുട്ടി. അങ്ങനെ എന്റെ ബാപ്പ എന്റെ ബായിന്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് ആ കുടിച്ച പാലിന് എന്നോട് കാര്യം. അപ്പോഴതിന്റെ ചെറിയ ചെറിയ കുറച്ച് പോയിട്ടുണ്ടാവില്ല, ബാക്കിയുണ്ടാവില്ല. ആദ്യം എന്നെ മുടക്കിയതാണ് പറയാൻ വേണ്ടി. മനസ്സിലായ? അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമായിട്ട് വേണം. ആരും
തോൽപ്പിക്കുന്ന ഭക്ഷണം ആവാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികൾ നന്നാവില്ല. കുട്ടികൾക്ക് ഏത് സ്വഭാവം തന്റെ സ്വഭാവം നിന്റെ സ്വഭാവം വരും. എല്ലാവരും പറയുന്ന അതാണ് മൈനാർച്ചന്റെ മോനമാക്കിയത് എത്ര ഉത്സാഹിക്കുന്നു. ഏതെങ്കിലും ഒരാൾ എന്നെ പറഞ്ഞാവണം പറഞ്ഞവരുണ്ടാവോ? പറയുന്നത് എന്നെ പോലെ നീ ആവണമെന്ന് പറയുന്നതാണ് മക്കളെ വിളിച്ചിട്ട്. ഇത് പച്ചക്കള്ളാണ്. ഏറ്റവും വലിയ കഥ 24 മണിക്കൂർ ഹറാമിയത്തിനെ ചിന്തിച്ചോണ്ട് ഇവൻ തന്റെ ഉള്ളിൽ ഒന്നാവ് തന്ന അവനെ ഓർമ്മിക്കാൻ വേണ്ടി തന്ന ആ സാധനത്തിൽ വേണ്ടാത്ത സാധനത്തിനടുത്ത് ചിന്തിക്കുന്നു. അള്ളാഹുവിലേക്കുള്ള എല്ലാ സാധനങ്ങളെയും അവന്റെ അജായിബുകളെ മുഴുവനും നിങ്ങളുണ്ടാക്കണം, ഓർക്കണം. നീ എങ്ങനെ ഉണ്ടായി, നിന്നെ എങ്ങനെ പ്രസവിച്ച്, ഇതെല്ലാം നിങ്ങൾ പഠിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഏതായിട്ടും എനിക്ക് ക്ഷീണം പിടിച്ചിട്ട് സുഖമില്ലാത്ത ആള് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകിച്ചിട്ട് ആയത്തുൽ കുർസിനെ എല്ലാവരും ഓതുന്ന അവസരത്തിൽ അതിന്റെ ഹർഫുകൾ തെറ്റാണ്ട് ശരിക്കും വന്നിട്ട് ഉസ്താദിനോട് ഓതിക്കണം. മക്കത്തെല്ലാം പോയ ആളെ കാണുന്നില്ലേ? ഞാൻ ഉപയോഗിക്കുന്നുണ്ടേ അവിടെ ഒരു കാര്യം ഇരുന്നിട്ടുണ്ടാവും, നമ്മൾ ഓത്ത് ശരിയുണ്ടാവും നോക്കാൻ വേണ്ടി. അപ്പൊ ഓരോരുത്തർ പോയിട്ട് രണ്ട് പോകും. ഞാനും പോയിട്ട് ഫുള്ള് വരും. അപ്പൊ അതിന്റെ ഓരോ ജാഗ്രത അറിയിച്ച് ഇങ്ങനെയാണ് വേണ്ടത്. വലിയ ബഹറില്ല, നോക്കി ഹൗസ് നോക്കി കൈകളാണ്. അപ്പൊ ഖുർആന്റെ ശരിക്കും അതിന്റെ ഹർഫുകൾ ഉണ്ടാക്കുന്നത് ഇന്ന് മുതൽ എല്ലാ പഠനങ്ങൾക്ക് ഓതാണ്ട് ഒരാളും ബാക്കിയാവാൻ പാടില്ല. നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് മതി. ചിലപ്പോ നിസ്കരിക്കുന്ന ആ ആയത്തും കൂടെ നിസ്കാരത്തെ ഓതാം. അപ്പൊ ഇന്ന് മാന മനസ്സിലായില്ല. അതിന്റെ തുടക്കം തന്നെ സ്റ്റാർട്ട് തന്നെ അല്ലാഹു അല്ലാഹ് എന്ന് പറഞ്ഞാല് ലാ ഇലാഹ അല്ലാഹു അല്ലാണ്ട് ഹഖ് കൊണ്ട് ഇബാദത്ത് എടുക്കാൻ തരപ്പെട്ട ഒരു ഇലാഹും പറ്റില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു അവൻ ഹയ്യ്, അവൻ ഹയാത്തുള്ളവനാണ്. അവനിക്ക് മരണക്കാനില്ല, അങ്ങനെയുള്ള ഹയാത്തുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അൽ ഹയ്യു അൽ ഖയ്യൂം, അവൻ സ്വന്തമായിട്ട് നിൽക്കുന്നവൻ. ആര് സഹായം വേണ്ട. നമുക്ക് ഈ മാളികൾ തെളിഞ്ഞിട്ടുകൊണ്ട് ശക്തി വേണ്ടേ? അതുപോലെയുള്ള ഏതൊരു ആവശ്യമുള്ള ശ്രമത്തിന് അള്ളാഹില്ല. മറ്റവർ ശരിക്കും നിൽപ്പിക്കുന്നവനാണ്. അപ്പൊ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ഹയ്യുൽ ഖയ്യൂം. അതിന്റെ പദാർത്ഥത്തിൽ ലാ തഖസുദുഹു സിനത്തുൻ വലാ ഓർമ്മ വെക്കാവന്നെ പറയും. ലാ തഖസുദുഹു അവനിക്ക് ഉണ്ടാവില്ല, അവനെ പിടിക്കൂല. സിനത്തുൻ സിനത്തിൽ നവൈതു സമവജാനി സരതല്ല, അത് സിനത്തുൽ വേറെ. ഇത് സിനത്ത് എന്ന് പറഞ്ഞെങ്കിൽ ടി വി നോക്കിക്കൊണ്ടേ എനിക്ക് നമ്മുടെ നാട്ടിൽ പറഞ്ഞ അതേ അർത്ഥം. അള്ളാഹ് തൂക്കം വരുന്ന കിട്ടിയില്ല. നിങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ പറയും. അതിന്റെ പത്തത് ഒരന്നോ. നമുക്ക് എനിക്ക് രണ്ടും ഉണ്ടായിരുന്നു. വയസ്സിനെ മയ്യസിന്ന വറക്കും വരുന്നത്, പോയിട്ട് കിടന്നാൽ തൂക്കം വരുന്നു. അങ്ങനത്തെ ഉണ്ടാവും. എന്താ അതില്ലാത്തക്ക് ഒരു സെക്കൻഡ് അള്ളാഹു തആല നമ്മളെല്ലാം കഴിയുമെന്ന് പറയുന്ന ആ ശക്തി കൊണ്ട് ലഭിച്ച ആ റബ്ബുലിസത്തിലേക്ക് അങ്ങനത്തെ വരാൻ പാടില്ല. ലഹുമാഫി സമാവാതി വമാഫിൽ അർദ്, ആകാശം ഭൂമിയിലുള്ള മുഴുവൻ സാധനം അവനുള്ളത്. അള്ളാഹു അറിയും മാബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുണ്ടായ വിഷയം, കഴിഞ്ഞു കിടന്ന വിഷയം, പിന്നിലെ വരുന്ന വിഷയം.
ഞാനിവിടെ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി വരൂ എന്നുള്ളത് അള്ളാഹ് വന്നിട്ട് ആയെന്ന് ആണെന്ന് പറയും. അതായത് സിനത്ത് വരാനോ ലഹുമാഫി സമാവാത്തി ഒമാഫിൽ അള്ളാഹുവിന്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യുന്നവൻ ആരാണ്? ഒരൊറ്റ ഒരു മഖ്ലൂഖ് അള്ളാഹുവിന്റെ ശഫാഅത്ത് ചെയ്യുന്നില്ല. എന്ത് പോയിട്ട് ഏവിന്റെ അടുത്ത് പോയാൽ ഖബറിന്റെ അടുത്ത് പോയാൽ ശഫാഅത്തിന്റെ അധികാരങ്ങളില്ല. അറിയാം പഠിച്ചവനെ ശരിയാക്കണം അറിയില്ല, ഏടില്ല, ആയതിനെ കുറിച്ച് പറയുന്നില്ല. വിശ്വാസം ഉള്ളാളത്തേക്കല്ല ഞാൻ പോയോണ്ടിരുന്ന. ഉള്ളാളത്ത് പോയാൽ എന്താക്കുന്ന ചില ഭാര്യക്കാരൻ വന്നിട്ട് ഒരു ചെരുപ്പ് മോശനെ കൊണ്ട് വളരുന്നത് രണ്ട് ഭാഗത്ത് ചെരുപ്പിൽ നിർത്തിച്ച് പള്ളിയുടെ ഉള്ളിൽ കടന്ന് ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മറഞ്ഞു കിടക്കുന്ന സയ്യിദ് മുഹമ്മദ് മദനി തങ്ങൾക്കുള്ള ഖബറിലേക്ക് വരുമ്പോൾ ഖബറും കെട്ടി ചെരുപ്പുകളുടെ എല്ലാം വെച്ച് എല്ലാം അതോടുകൂടെ അടങ്ങില്ലേ. അപ്പൊ ഞാനിത് സ്ഥാനം കൊണ്ട് പറയുമ്പോൾ കുറച്ച് ഡൗട്ട് ഇയാൾ ബുദ്ധി കൊടുത്തതായില്ല. അള്ളാഹുവിന്റെ അടുത്ത് ശഫാഅത്ത് ചെയ്യുന്ന അധികാരം ആർക്കില്ല? ഇല്ലാമൻ അതിനകവും റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്താൽ മാത്രം ഇതിന് അവർക്ക് സാധിക്കില്ല. ഒരു വലിയനെ കൊണ്ട അവൻ നരക്കനെ കൊണ്ട ഒരു ജിബ്രീലിനെ കൊണ്ട ഒരാൾക്ക് സാധിക്കണം. അല്ലാഹു തആല അവർക്ക് കൊടുക്കണം. ആ കൊടുത്തത് മാത്രം മനസ്സിലാക്കി. കുറച്ചൊക്കെ തെറ്റിയിരിക്കുകയാണ്. ഞാൻ തെറ്റിച്ചില്ല, സ്ട്രോങ്ങാണ്. മരിക്കാൻ അങ്ങോട്ട് പിന്നെ ജാഗ്രത, അതായത് മരിക്കാണ്ടിരിക്കുകയാണ്. അള്ളാന്റെ ഇൽമിൽ നിനക്ക് ഓരോ ചുറ്റി അറിയാൻ ചുറ്റി അറിയുന്ന ഈ ലോകത്തിന്റെ ഏതെല്ലാം പഠിച്ചിരുന്നതിന്റെ മൂലമുക്കുകൾ ഇത്തരത്തോളം പറഞ്ഞാൽ കിതാബിൽ പറഞ്ഞ 7 ഭൂമിന്റെ അടിയിലുള്ള ഉറുമ്പ് അതിങ്ങനെ മെല്ലെ നടക്കുന്നതും കൂടി അള്ളാഹ് കാണുകയും കേൾക്കുകയും. ഇങ്ങനത്തെ ഇതാണ് ഓരോ മനുഷ്യൻ ഇല്ലാതെ അള്ളാഹുവിനുള്ള കുർസി എന്ന് പറഞ്ഞാൽ കട്ടിൽ ഇരുന്നിട്ട് 2 കാലുകൾ വെക്കുന്ന ഒരു സാധനമാണ് കുർസി എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹ്ക്ക് യോജിച്ചു. ഞമ്മക്ക് പോയി കാല് വെക്കുന്നല്ല, അള്ളാഹിന്റെ ദാത്തോട് യോജിച്ചിട്ടുള്ള അതുപോലത്തെ ഒരു കാല് വെക്കുന്നത്. അതിന് കുർസി എന്നാണ്. എത്രയോ ആർശ്യം കുർസി കുടിക്കാൻ അവൻ അലിയാണ്, മേലായവൻ. അവനെക്കാരന് മേലൊന്നുമില്ല. അല്ല ഹബീബ് വണ്ണമായവനാണ്. ഇതാണ് ഇത് ഞാൻ പറഞ്ഞത്. എന്റെ സ്വന്തം സഹോദരന്മാരല്ല, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിവറച്ചവരാണ്. നമുക്ക് പരാമർശം പറ്റില്ല അറിയാം. ഈ നാട്ടിലെ ജീവിതത്തിന്റെ അയൽക്കാരാണ്. കാത്തിരക്ഷിക്കട്ടെ. എല്ലാ ആൾക്കാരും നമ്മളെ ഈമാനെ കുറിച്ചിട്ട് ഭരിക്കാൻ വേണ്ടി ഒരു ഹദീസുണ്ട്. ഒരു വരവലിച്ച എന്നിട്ടോ അതിന്റെ അപ്പുറത്തുള്ളവരെ ഇപ്പുറത്തുള്ളവരെ ഇപ്പുറത്തും കുറെ വരവലിച്ചു. ഇത് കേൾക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആദാ സവാത്തി, ഇതാണ് മുസ്തഖീമായ വഴി. ഇതിന്റെ 2 ഭാഗത്തുണ്ടായ എല്ലാ വഴികളും
സുൽത്താൻ്റെ മറ്റുള്ള ഷിയാക്കളെ മറ്റേ കാദ്യാനികൾ ഇങ്ങനത്തെ ഇവർ എല്ലാവരും ഇത്തിഫാക്കാണ് ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ മൈതാനിൽ ആ വഴിയിലെ ബോംബ് വലിച്ചിട്ട് എടുക്കാൻ എല്ലാവരും ഇത്തിഫാക്ക് കിട്ടുന്ന ആരും കേട്ടാൽ അതില്ലേ വലിച്ചെടുക്കാൻ എല്ലാവരും മുത്തമത്തനെയാണ് ആ ഭാഗത്ത് കിട്ടുന്ന ആരും അവന് കിട്ടിയാലേ പോട്ടെ ഇങ്ങനെയാണ് പുസ്തകമായ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മതിയാക്കുന്ന ഈ പറഞ്ഞ അള്ളാഹുവെ ദിവസം മണിക്കൂറുകളോട് രാത്രിയാണ് സുഖയാവുമ്പോൾ മരിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മളെ വയസ്സായിപ്പ ഇനി എപ്പോഴൊക്കെ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ പള്ളിയിൽ വന്ന് ഞങ്ങൾക്ക് അറിയുന്ന സ്വീകരണത്തിനെ പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വേറെ നിർദ്ദേശത്തിൽ ഞാൻ പറഞ്ഞില്ല. അള്ളാഹു ഈമാൻ സലാമത്താക്കണെ പടച്ചവനെ നമ്മൾക്കുള്ള ഉമ്മാക്കുമാർക്കുള്ള കബറിന്റെ സുഹൃത്തുക്കളെ പടച്ചവനെ ഇവിടെയുള്ളതായിരുന്ന പണക്കാർക്കുള്ള നാമത്തിന് ബർക്കത്താക്കണെ പടച്ചവനെ സാധുക്കൾക്ക് മെരിക്കത്തിനെ തീർത്ത് കളയണേ പടച്ചവനെ ഇനിയോ മരിക്കോണെന്നിങ്ങനെ സ്വീകരിക്കും പറയാനുള്ള തൗഫീഖ് ചെയ്യണേ പടച്ചവനെ. റഹ്മാനും റഹീമായ തമ്പുരാനെ എന്നോട് പല ആളുകളും പലതരത്തിലുള്ള വസിയത്തുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തെ കമ്പനി അടുത്ത സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ മുമ്പായി വെച്ചത് രണ്ട് പൈസ തരുന്നതാണ്. ഒരു പ്രാവശ്യം പൈസ ഈ പിരിച്ചാഞ്ഞെങ്കിൽ അയാളെ നമ്മൾ ഉപ്പാനെ പൈസ ഇവിടെ മക്കത്ത് മിന മുസ്ദലിഫ അറഫയില് ആ വയസ്സായ ഒരാളെ കൊണ്ടുണ്ടെങ്കിൽ ചെറിയ സ്നേഹം ഉണ്ടാവാൻ അല്ലത് അത്രയും വണ്ണമാക്കപ്പെട്ട ആ മഷക്കത്ത് അഹമ്മദ് ചെയ്തിട്ട് അയാളെ ഹജ്ജിലേക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുക അങ്ങനെയാണ്. അതുപോലത്തെ ഒരു സുഹൃത്തുക്കളുടെ ഇവിടെ അടുത്തതിനെ പറയാം നിസാർ അവന്റെ കച്ചവടത്തിലല്ല നല്ല ബർക്കത്തും റഹ്മത്തും ആവും. കാരണം നല്ല ചെലവാക്കുന്നതാണ്. അവന് നല്ല കുഞ്ഞു കുട്ടികളെയാണ് മക്കളെ സാധ്യതയുള്ള കൂട്ടുകാരനായ